സായം സന്ധ്യ ഏകാന്തമായി പ്രശാന്തത നിറഞ്ഞ ഈ പുൽത്തകിടികളിൽ തരിച്ചിരിക്കുമ്പോൾ സങ്കീർത്തനങ്ങൾ 23:2 പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. പച്ച പുൽത്തകിടുകളിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. പ്രപഞ്ചത്തിൻ്റെ തികഞ്ഞ നിശബ്ദതയിൽ യേശുവിൻ്റെ അടുത്ത് അവിടത്തോട് ചേർന്നിരിക്കുമ്പോൾ ലഭിക്കുന്ന ഏകാന്തത, അവിടുത്തെ സ്വരം ശ്രവിക്കുവാനുള്ള ഹൃദയത്തിൻ്റെ തുടിപ്പ്, കാതുകളിൽ അവിടുത്തെ ഇമ്പമുള്ള സ്വരം കേൾക്കുമ്പോഴുള്ള ആനന്ദം, ഹൃദയത്തോട് പങ്കുവയ്ക്കുന്ന പുണ്യനിമിഷം, യാതൊന്നും ഇപ്പോൾ അലട്ടുന്നില്ല. തികഞ്ഞ നിശബ്ദത, പ്രശാന്തത. മഹാമൗനത്തിലൂടെ യേശു തഴുകിത്തലോടി കടന്നു പോകുന്ന ദിവ്യാനുഭൂതിയിൽ ലയിച്ചിരിക്കെ യേശുനാഥൻ കാതുകളിൽ മന്ത്രിക്കുന്നു, ഇതാണ് വഴി, ഇതിലെ പോവുക. ഹൃദയത്തോട് പങ്കുവെക്കുമ്പോൾ അവിടുന്ന് മന്ത്രിക്കുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ. യോഹന്നാൻ 14:1. പുറപ്പാട് 14:14. നീ ഇങ്ങനെ ശാന്തമായിരുന്നാൽ മതി, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. ഈശോയെ, ഈ പ്രശാന്തതയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന അങ്ങയുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഞാൻ എന്നും കൂടെയുണ്ടെന്ന അങ്ങയുടെ മൃദുമന്ത്രണമാണ് ജീവിക്കാൻ ശക്തി നൽകുന്നത്, മുന്നോട്ട് നയിക്കുന്നത്. ഇതാണ് വഴി, ഇതിലേ പോവുകയെന്ന് അങ്ങ് എപ്പോഴും ഞങ്ങളോട് അരുളുന്നു. യേശുവിൻ്റെ സ്നേഹം ഹൃദയത്തിൽ അനുഭവിച്ചുകൊണ്ട് ജീവജലത്തിൻ്റെ അരുവികൾ ഹൃദയത്തിൽ നിന്നൊഴുകുവാൻ അവിടുന്ന് ഇടയാക്കുന്നു. ഈ നിശബ്ദതയിൽ മറ്റൊന്നും കാണുന്നില്ല, അവിടുത്തെ ദിവ്യമുഖം മാത്രം. ആ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട്, ആ അധരങ്ങൾ മന്ത്രിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ട്, ആ വലതുകരത്തിൻ്റെ താങ്ങും തണലുമായിരിക്കുന്ന വലതുകരത്തിൽ താങ്ങി പിടിച്ചിരിക്കുന്ന ആ ശക്തി നമ്മിലേക്ക് പ്രവഹിക്കുന്നു. ഓ യേശുവേ, അങ്ങൻ്റെ പ്രിയൻ എൻ്റേതും ഞാൻ എൻ്റെ പ്രിയൻ്റേതും ഉത്തമഗീതം ഓർമ്മ വരുന്നു. ഞാൻ അങ്ങയുടെ സ്വന്തം, അങ്ങ് എൻ്റെ സ്വന്തം.